ഐ ആം ശരണ്യ. സ്വീറ്റ് സ്പൈസസ് എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വീണ്ടും ഒരു പുതിയ ടോപ്പിക്കുമായാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. ടുഡേ we are going to talk about the uses of have, has, had. It is very basic and very simple. I hope you will enjoy today's class. Have, has, had. ഇവ മൂന്നിൻ്റെ ഉപയോഗത്തെ രണ്ടായി തിരിക്കാം. ഒന്നാമതായി ഇവ മൂന്നും മെയിൻ വേർബായി ഉപയോഗിക്കാം. രണ്ടാമതായി ഇവ മൂന്നും ഹെൽപ്പിംഗ് വേർബായി ഉപയോഗിക്കാം. ഒന്നാമതായി ഒരാൾക്ക് എന്തുണ്ട്, ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു വസ്തു ഒരാളുടേതാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ പൊസിഷൻ പറയുവാൻ നാം ഹാവ്, ഹാസ്, ഹാഡ് ഉപയോഗിക്കാം. The verbs has or have or had show that something belongs or belong to someone or something. അപ്പോൾ പൊസഷൻ പറയുമ്പോൾ have, has, had ഒരു വേർബായി അല്ലെങ്കിൽ ക്രിയയായി നിലകൊള്ളുന്നു. എന്നാൽ ചില സന്ദർഭങ്ങളിൽ have, has, had ഹെൽപ്പിംഗ് വേർബായി നിലകൊള്ളുന്നു. ഹെൽപ്പിംഗ് വേർബ് എന്ന് വെച്ചാൽ സഹായക ക്രിയ. വേറൊരു വാക്കാണ് ഓക്സിലറി വേർബ്. അത് നമ്മൾ കാണുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലും പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലുമാണ്. ഫോർ എക്സാമ്പിൾ, ഐ ഹാവ് ഫിനിഷ്ഡ് മൈ ഡ്യൂട്ടി. ഞാൻ എൻ്റെ ഡ്യൂട്ടി പൂർത്തിയാക്കി. ഹി ഹാസ് ഗോട്ട് എ ജോബ്. അവനൊരു ജോലി ലഭിച്ചു. യു ഹാവ് ബ്രോക്കൺ മൈ ഹാർട്ട്. നീ എൻ്റെ ഹൃദയം തകർത്തു. ഈ പറഞ്ഞ സെൻറ്റൻസുകളിൽ ഹാവ്, ഹാസ്, ഹാഡ് പൊസിഷൻ കാണിക്കാൻ അല്ല, മറിച്ച് ഒരു പൂർത്തിയായ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയ വർക്കിനെ കാണിക്കാൻ ഉപയോഗിക്കുന്നു. അതുകൊണ്ടാണ് ഈ മൂന്ന് സഹായക ക്രിയകളും പെർഫെക്റ്റ് ടെൻസിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓർക്കുക, വേർബ്, ഓക്സിലറി വേർബ്. നമ്മൾ വേർബായിട്ടും ഓക്സിലറി വേർബായിട്ടും അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വേർബായിട്ടും ഉപയോഗിക്കാം. ഇന്ന് നമ്മൾ ഹാവ്, ഹാസ്, ഹാഡ് വേർബ് രീതിയിൽ വരുമ്പോൾ വരുത്തേണ്ട മാറ്റങ്ങളും ഉപയോഗിക്കേണ്ട രീതിയും കുറിച്ച് വേഗത്തിൽ പഠിക്കാം. ഹാവ്, ഹാസ് വേർബ് രൂപത്തിൽ വരുമ്പോൾ അതിൻ്റെ അർത്ഥം ഉണ്ട് എന്നും ഹാഡിൻ്റെ അർത്ഥം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ചെയ്തു കഴിഞ്ഞു എന്നും അർത്ഥമാകുന്നു. ഇനി ശ്രദ്ധിക്കേണ്ടത് ഹാവ്, ഹാസ് ഇവയുടെ അർത്ഥം സെയിം ആണല്ലോ, നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഉപയോഗിക്കാമോ? ഉത്തരം ഇല്ല, ഒരിക്കലും പാടില്ല. കുറച്ച് ശ്രദ്ധിച്ച് കേൾക്കണമേ. ഇംഗ്ലീഷ് സെൻറ്റൻസുകളിൽ നാം പല സബ്ജക്റ്റുകളും ഉപയോഗിക്കാറുണ്ട്. ഐ, യു, വി, ദേ, ഹി, ഷീ, ഇറ്റ്. പിന്നെ വ്യക്തികളുടെ പേരുകൾ ജോൺ, പീറ്റർ, അമീലിയ. പിന്നെ സ്ഥലങ്ങളുടെ പേര്, പിന്നെ വസ്തുവിൻ്റെ പേര്. ഇങ്ങനെ കിടക്കുന്നു സബ്ജക്റ്റുകൾ. ഈ എല്ലാ സബ്ജക്റ്റിനോടും ഹാവും ഹാസും ഉപയോഗിക്കാൻ പറ്റില്ല. നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ചാർട്ടിലേക്ക് ഒന്ന് ശ്രദ്ധിക്കാമോ? ഇവിടെ സബ്ജക്റ്റുകളെ സാധാരണ നാം സിംഗുലർ എന്നും പ്ലൂറൽ എന്നും തിരിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ സബ്ജക്റ്റുകളെ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ എന്നും തിരിക്കാം. ഫസ്റ്റ് പേഴ്സണിൽ വരുന്ന സബ്ജക്റ്റാണ് ഐ, വി. എന്നാൽ സെക്കൻഡ് പേഴ്സണിൽ വരുന്ന സബ്ജക്റ്റാണ് യു. തേർഡ് പേഴ്സണിൽ വരുന്ന സബ്ജക്റ്റാണ് ഹി, ഷീ, ഇറ്റ്, ദേ, പിന്നെ നെയിം. നിങ്ങൾ ഒരു കാര്യം മാത്രം മനസ്സിൽ വയ്ക്കുക, സബ്ജക്റ്റ് തേർഡ് പേഴ്സൺ സിംഗുലർ ആണെങ്കിൽ ഹാസ് ഉപയോഗിക്കുക. ഏതൊക്കെയാണ് തേർഡ് പേഴ്സൺ സിംഗുലർ? ഹി, ഷീ, ഇറ്റ്, നെയിം. മറ്റ് എല്ലാ സബ്ജക്റ്റിനോടും ഹാവ് ഉപയോഗിക്കുക. ഒന്നുകൂടെ പറയാം, സബ്ജക്റ്റ് തേർഡ് പേഴ്സൺ സിംഗുലർ ആണെങ്കിൽ ഹാസ് ഉപയോഗിക്കുക. മറ്റ് ഏത് സബ്ജക്റ്റ് വന്നാലും ഹാവ് ഉപയോഗിക്കുക. ഞാനിപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് പറയാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തമാകും. ഹി ഹാസ് എ ലാപ്ടോപ്പ്. അവനൊരു ലാപ്ടോപ്പ് ഉണ്ട്. ഷീ ഹാസ് എ ബ്ലൂ കളർ ഡ്രസ്. അവൾക്ക് നീല നിറമുള്ള ഒരു വസ്ത്രമുണ്ട്. ഇറ്റ് ഹാസ് 4 legs. അതിന് 4 കാലുകൾ ഉണ്ട്. ഡേവിഡ് ഹാസ് എ വൈഫ് ആൻഡ് 2 kids. ഡേവിഡിന് ഒരു വൈഫും 2 കുഞ്ഞുങ്ങളും ഉണ്ട്.
ഇവിടെ നാം ഹി, ഷീ, ഇറ്റ്, നെയിം ഇതിനോടൊക്കെ ഹാസ് ആണ് ഉപയോഗിക്കുന്നത്. അടുത്തതായിട്ട് ഐ ഹാവ് എ യങ്ങർ സിസ്റ്റർ, എനിക്കൊരു അനുജത്തി ഉണ്ട്. യു ഹാവ് എ ക്ലാസ് ടുഡേ, നിങ്ങൾക്കിന്നൊരു ക്ലാസ് ഉണ്ട്. വി ഹാവ് എ ഹൗസ് ഇൻ യു കെ, ഞങ്ങൾക്ക് യു കെയിൽ ഒരു വീടുണ്ട്. ദേ ഹാവ് ബ്യൂട്ടിഫുൾ ഐസ്, അവർക്ക് വളരെ മനോഹരമായ കണ്ണുകളുണ്ട്. ഇവിടെ നാം ഐ, യു, വി, ദേ പ്ലൂറൽ സബ്ജക്റ്റിനോടൊക്കെ ഹാവ് ആണ് ഉപയോഗിക്കുന്നത്. ഇത്ര സമയം നാം പോസിറ്റീവ് സെൻറ്റൻസ് എങ്ങനെ പറയണമെന്നാണ് പഠിച്ചത്. ഇനി നമുക്ക് നെഗറ്റീവ് സെൻറ്റൻസ് എങ്ങനെ പറയണം എന്ന് നോക്കാം. എന്ന് വെച്ചാൽ ഇത്ര സമയം നാം എനിക്കൊരു വസ്തുവുണ്ട്, എനിക്കൊരു സിസ്റ്ററുണ്ട്, അവനൊരു ലാപ്ടോപ്പ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഇനി നമുക്ക് എനിക്കൊരു സിസ്റ്റർ ഇല്ല, അവനൊരു ലാപ്ടോപ്പ് ഇല്ല, ഇങ്ങനെ നെഗറ്റീവായ സെൻറ്റൻസ് എങ്ങനെ പറയണമെന്ന് നോക്കാം. കുറച്ച് ശ്രദ്ധിച്ചാൽ ഇത് വളരെ എളുപ്പമാണ്. ഹാവും ഹാസും എങ്ങനെ ഉപയോഗിക്കണമെന്ന് കുറച്ച് മുൻപ് നാം പഠിച്ചു. അതേ സെയിം റൂളിൽ ഹാവ് വരുന്ന സെൻറ്റൻസുകളിൽ ഡു നോട്ട് ഹാവ് എന്നും ഹാസ് വരുന്ന സെൻറ്റൻസുകളിൽ ഡസ് നോട്ട് ഹാവ് എന്നും പറഞ്ഞാൽ മാത്രം മതി. ഞാനിവിടെ കുറച്ച് എക്സാമ്പിൾസ് പറയാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തമാകും. എന്നാൽ നിങ്ങൾക്കൊരു ഡൗട്ട് ഇപ്പോൾ വന്നിട്ടുണ്ടാവും, എന്തിനാണ് ഇവിടെ ഡൂവും ഡസും പറയുന്നതെന്ന് നിങ്ങൾക്ക് ചോദിക്കാം അല്ലേ? ഫ്രണ്ട്സ്, നാം മലയാളത്തിൽ പിരിച്ചെഴുതുക എന്ന് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഹാവിനെ പിരിച്ചെഴുതിയാൽ നമുക്ക് ലഭിക്കുന്നത് ഡു പ്ലസ് ഹാവ് എന്നും ഹാസിനെ പിരിച്ചെഴുതിയാൽ നമുക്ക് ലഭിക്കുന്നത് ഡസ് പ്ലസ് ഹാവ് എന്നുമാണ്. നൗ ലെറ്റ്സ് സീ സം ഓഫ് ദ സെൻറ്റൻസസ്. അവന് ലാപ്ടോപ്പ് ഇല്ല, എങ്ങനെ പറയണം? ഹി ഡസൻറ്റ് ഹാവ് എ ലാപ്ടോപ്പ്. അവൾക്ക് നീല നിറമുള്ള വസ്ത്രമില്ല. ഷീ ഡസൻറ്റ് ഹാവ് എ ബ്ലൂ കളർ ഡ്രസ്. അതിന് 4 കാലുകളൊന്നുമില്ല. ഇറ്റ് ഡസൻറ്റ് ഹാവ് 4 legs. ഡേവിഡിന് ഒരു വൈഫും 2 കുഞ്ഞുങ്ങളുമില്ല. ഡേവിഡ് ഡസൻറ്റ് ഹാവ് എ വൈഫ് ആൻഡ് 2 kids. അപ്പോൾ നെഗറ്റീവ് സെൻറ്റൻസ് പറയുമ്പോൾ ഹി, ഷീ, ഇറ്റ്, നെയിം ഇതിനോടൊക്കെ ഡസ് നോട്ട് ഹാവ് എന്ന് ചേർത്ത് പറയണം. അടുത്തതായിട്ട് ഐ ഡോണ്ട് ഹാവ് യങ്ങർ സിസ്റ്റർ, എനിക്ക് അനുജത്തി ഇല്ല. യു ഡോണ്ട് ഹാവ് ക്ലാസ് ടുഡേ, ഇന്ന് നിങ്ങൾക്ക് ക്ലാസ് ഒന്നും ഇല്ല. വി ഡോണ്ട് ഹാവ് ഹൗസ് ഇൻ യു കെ, ഞങ്ങൾക്ക് യു കെയിൽ വീട് ഇല്ല. ദേ ഡോണ്ട് ഹാവ് ബ്യൂട്ടിഫുൾ ഐസ്, അവർക്ക് വളരെ മനോഹരമായ കണ്ണുകളൊന്നും ഇല്ല. അപ്പോൾ നെഗറ്റീവ് സെൻറ്റൻസ് പറയുമ്പോൾ ഐ, യു, വി, ദേ പിന്നെ പ്ലൂറൽ സബ്ജക്റ്റിനോടൊക്കെ ഡു നോട്ട് ഹാവ് എന്ന് ചേർത്ത് പറയണം. നൗ ലെറ്റ്സ് സീ ദ യൂസ് ഓഫ് ഹാഡ്. ഹാഡ് വേർബ് രൂപത്തിൽ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞു എന്ന് അർത്ഥമാകുന്നു. എന്ന് വെച്ചാൽ നേരത്തെ ഉണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ അതില്ല. എല്ലാ സബ്ജക്റ്റുകൾക്കും ഹാഡ് പൊതുവായി ഉപയോഗിക്കാം. ലെറ്റ്സ് സീ സം എക്സാമ്പിൾസ്. ഐ ഹാഡ് എ കാർ, എനിക്കൊരു കാർ ഉണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ അത് ഇല്ല. ഹീ ഹാഡ് എ ലാപ്ടോപ്പ്, അവന് ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു. സ്വപ്ന ഹാഡ് എ ഹെഡേക്ക് യെസ്റ്റർഡേ, സ്വപ്നയ്ക്ക് ഇന്നലെ ഹെഡേക്ക് ഉണ്ടായിരുന്നു. ദേ ഹാഡ് എ ബിസിനസ് ഇൻ ദുബായ്, അവർക്ക് ദുബായിൽ ബിസിനസ് ഉണ്ടായിരുന്നു. ഷീ ഹാഡ് എ ബ്ലൂ കളർ ഡ്രസ്, അവൾക്ക് നീല നിറമുള്ള വസ്ത്രം ഉണ്ടായിരുന്നു. ഈ സെൻറ്റൻസുകളെ നെഗറ്റീവ് സെൻറ്റൻസുകളാക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ? ഇത്ര സമയം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്ന് ഈ പറഞ്ഞ സെൻറ്റൻസുകളെ ഉണ്ടായിരുന്നില്ല എന്ന രീതിയിലേക്ക് മാറ്റണം, അത്രയേ ഉള്ളൂ. അതിനായി നാം ചെയ്യേണ്ടത് ഹാഡിനെ മാറ്റിയിട്ട് ഡിഡ് നോട്ട് ഹാവ് എന്ന് ചേർക്കണം. ഫോർ എക്സാമ്പിൾ, ഐ ഡിഡ് നോട്ട് ഹാവ് എ കാർ, ഓർ യു ക്യാൻ സേ ഐ ഡിഡിൻറ്റ് ഹാവ് എ കാർ, എനിക്കൊരു കാറ് ഉണ്ടായിരുന്നില്ല. ഹീ ഡിഡ് നോട്ട് ഹാവ് എ ലാപ്ടോപ്പ്, ഓർ യു ക്യാൻ സേ ഹീ ഡിഡിൻറ്റ് ഹാവ് എ ലാപ്ടോപ്പ്, അവന് ലാപ്ടോപ്പ് ഉണ്ടായിരുന്നില്ല. സ്വപ്ന ഡിഡ് നോട്ട് ഹാവ് എ ഹെഡേക്ക് യെസ്റ്റർഡേ, ഓർ യു ക്യാൻ സേ സ്വപ്ന ഡിഡിൻറ്റ് ഹാവ് എ ഹെഡേക്ക് യെസ്റ്റർഡേ, സ്വപ്നയ്ക്ക് ഇന്നലെ ഹെഡേക്ക് ഉണ്ടായിരുന്നില്ല. ദേ ഡിഡ് നോട്ട് ഹാവ് എ ബിസിനസ് ഇൻ ദുബായ്, ഓർ യു ക്യാൻ സേ
They didn't have a business in Dubai. അവർക്ക് ദുബായിൽ ബിസിനസ് ഉണ്ടായിരുന്നില്ല. She did not have a blue color dress. Or you can say she didn't have a blue color dress. അവൾക്ക് നീല നിറമുള്ള വസ്ത്രം ഉണ്ടായിരുന്നില്ല. ഇന്ന് നമ്മൾ പഠിച്ചത് ഇത്രയേ ഉള്ളൂ. ഹാവ്, ഹാസ്, ഹാഡ് ഒരു സെൻറ്റൻസിൻ്റെ വേർബായി ഉപയോഗിക്കുമ്പോൾ ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കണം എന്നാണ്. അടുത്ത വീഡിയോയിൽ ഹാവ്, ഹാസ്, ഹാഡ് ഓക്സിലറി വേർബായിട്ട് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വേർബായിട്ട് ഉപയോഗിക്കേണ്ട രീതിയെക്കുറിച്ച് പഠിക്കാം. If you like this video, please give thumbs up, subscribe and share with your friends. Thank you so much for watching. I will see you in the next video. Stay tuned, stay safe.